ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. റെൻറ്റിന് താമസിക്കുന്ന ആൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 6 വർഷമായി റെൻറ്റിന്. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വർഷം ചെറിയ മോനുണ്ടായി. രണ്ടുപേരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയി. ആ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ജേണി തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. പഞ്ചായത്തിൽ വീടിന് അപേക്ഷ വെച്ചോ? ബ്ലോക്കിൽ കൂടി വെച്ചോളൂ. അല്ല, പള്ളിയിൽ നിന്ന് വീട് കൊടുക്കുന്നുണ്ടല്ലോ. റേഷൻ കാർഡ് ഉണ്ടാക്കിയോ? വെള്ള കാർഡ് മാറ്റി ചുമല കാർഡാക്കിയോ? കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലേ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പോകുന്നിടത്തു നിന്നൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. വീടിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ ഇതേപോലുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഞാൻ കേൾക്കാറുള്ളത്. ഇതിലിപ്പോൾ എന്നോട് സ്നേഹം കൊണ്ട് പറയുന്നവരുണ്ട്, സഹതാപം കൊണ്ട് പറയുന്നവരുണ്ട്, ആക്കി പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവരുടെ ഒരു ആ ടോണിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കാര്യം വാടകയ്ക്ക് താമസിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. സ്വന്തമായിട്ടൊരു വീട് എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നം തന്നെയാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നല്ല വിഷമം ഉണ്ടാകാറുണ്ട്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നെ അടുത്തറിയാവുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇതേപോലെ വീട് കിട്ടുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ആൾ ഒരു മറുപടി കൊടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പറയാനുള്ള മറുപടിയൊന്നും എനിക്ക് കിട്ടാറില്ല. കാരണം അവരത് പറഞ്ഞിട്ട് കുറേ മണിക്കൂർ കഴിഞ്ഞായിരിക്കും എനിക്കതിനുള്ള മറുപടി മനസ്സിലേക്ക് വരുള്ളൂ. സ്പോട്ടിൽ പറയാമെന്നുണ്ടെങ്കിലും ആ സമയത്ത് അമ്മയ്ക്കിൽ പിരിവെട്ടിയ അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ച ആൾക്ക് മറ്റേ ആൾ കൊടുത്ത മറുപടി കേട്ട് അന്ന് മുതലാണ് ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് വാടക കൊടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിനുപോലും കഴിയാതെ തെരുവിൽ കഴിയുന്ന കുറേ ആളുകളുണ്ട്. ദൈവം സഹായിച്ച് ഇന്ന് വരെ പട്ടിണി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വേറെ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലക്ഷറി ലൈഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുക, ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ളതിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അതിൻ്റെ ഒഴുക്കിലങ്ങ് പാടന്നോളും. എല്ലാം ശരിയാകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.